എല്ലാവർക്കും നമസ്കാരം. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു കൊച്ചു ഗ്രാമം പറക്കോട്. പറക്കോട് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പറക്കോട് ചന്തയാണ്. ഏറെ പ്രസിദ്ധമായ പറക്കോട് ചന്ത. അങ്ങ് ദൂരെ കൊച്ചിയിൽ നിന്ന് പോലും കച്ചവടക്കാർ ഇവിടെ എത്തിയിരുന്നു എന്നത് ചരിത്രം. പറക്കോട് ഗ്രാമത്തിലെ ഏറ്റവും വലിയ ബിസിനസ് രാജാവ് ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രം: പറക്കോട് ജയാസദനത്തിൽ ശ്രീ എൻ ഗംഗാധരൻ. തൻ്റെ ഏറ്റവും വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊന്നായ പീപ്പിൾസ് കോഫി ഷോപ്പ് അന്നും ഇന്നും യഥാർത്ഥ കാപ്പിയുടെ തനതായ രുചി നമ്മുടെ നാവിലെത്തിക്കുന്നു. അങ്ങനെ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ ശ്രീ ഗംഗാധരൻ്റെയും ശ്രീമതി വിജയമ്മയുടെയും മകനായി സുഖിമാന്മാരുടെ നാളായ വിശാഖം നക്ഷത്രത്തിൽ നമ്മുടെ ജയരാജ് 1970 മെയ് 20 പൂജാതനായി. ജ്യേഷ്ഠൻ്റെയും സഹോദരിമാരുടെയും മുത്തായിരുന്നു കുഞ്ഞു ജയരാജ്. രാജാവിൻ്റെ മകൻ രാജകുമാരൻ തന്നെ. സുഖലോലുപതയുടെ മഠത്തിൽ ജനിച്ചിട്ടും അതിൻ്റെ യാതൊരു അഹങ്കാരവും ഇല്ലാത്ത കുട്ടിക്കാലം. പറക്കോട് ഗവൺമെൻറ് LPSൽ പ്രാഥമിക വിദ്യാഭ്യാസം, പിന്നീട് പറക്കോട് PGM ഹൈസ്കൂൾ വിദ്യാഭ്യാസം, തുടർന്ന് പന്തളം NSS കോളേജിൽ പ്രീ ഡിഗ്രി പഠനം, മാലൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ബിരുദ പഠനം. പഠനത്തിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും കലാപ്രവർത്തനങ്ങളിലും ഏറെ മുൻപിൽ. ഹൃദ്യമായ പെരുമാറ്റം, സ്നേഹമുള്ള ഒരു ചിരി കൊണ്ട് തന്നെ കൂട്ടുകാരെ കീഴ്പ്പെടുത്തുന്ന വ്യക്തിത്വം, തമാശകൾ മാത്രം കൈമുതലായുള്ള പ്രിയ ജയരാജ്. ഒരിക്കൽ പോലും ക്രൂരമായ തമാശകൾ കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കാത്ത ജയരാജ് ഏറെ പ്രിയപ്പെട്ടവൻ തന്നെ. 1994 തൈക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന് ശേഷം 95 ആഗസ്റ്റ് മാസം എറണാകുളത്ത് ആരോഗ്യവകുപ്പിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായി ജയരാജ് ജോലി പ്രവേശിച്ചു. പല പ്രണയങ്ങളിലും പെട്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം ചെറുതും വലുതുമായ തേപ്പിൽ അവസാനിക്കുകയാണ് പതിവ്. പക്ഷേ അഞ്ചൽ ശ്രീ ശ്രീധരൻ്റെയും ശ്രീമതി സുജാതയുടെയും മകളായ ശ്രീജയെ 1998 ആഗസ്റ്റ് മാസം 23 ജയരാജ് വിവാഹം കഴിച്ചതോടെയാണ് യഥാർത്ഥ പ്രണയം ജയരാജ് തിരിച്ചറിഞ്ഞത്. അതീവ സുന്ദരിയും സൽസ്വഭാവിയും സെറ്റ് വരെ കരസ്ഥമാക്കിയ ശ്രീജ പറക്കോട് അമൃത ബോയ്സ് ഹൈസ്കൂളിൽ അധ്യാപികയാണ്. സന്തോഷത്തിലും സന്താപത്തിലും ജയരാജിന് എപ്പോഴും കൂടെയിരുന്നവൾ. ചെറുതും വലുതുമായ എല്ലാ വാശികളിലും ജയരാജിന് ഏറെ സപ്പോർട്ടായി നിന്ന ശ്രീജ ജയരാജിൻ്റെ ജീവിതം ഏറെ മനോഹരമാക്കി. ദേവദത്തനും ദേവിലക്ഷ്മിയും ജയരാജിൻ്റെയും ശ്രീജ ടീച്ചറുടെയും ജീവിതത്തിൽ രണ്ട് മനോഹര പുഷ്പങ്ങളായി എത്തിയത് ജയരാജിൻ്റെ വീടിന് മഹാലക്ഷ്മി എന്ന പുനർനാമകരണം ചെയ്യപ്പെടേണ്ടി വന്നു. ഏറെ സന്തോഷകരമായ ദിനങ്ങൾ. ഔദ്യോഗിക രംഗത്തും കുടുംബജീവിതത്തിലും ഏറെ ശ്രദ്ധേയനായ ജയരാജ് സഹപ്രവർത്തകർക്ക് ഏറെ പ്രിയപ്പെട്ടവൻ, വീട്ടുകാർക്ക് ഏറ്റവും നല്ല ഗ്രഹനാഥൻ, പഠനത്തിൽ മിടുക്കരായ മക്കൾ. മകൻ ദേവദത്തൻ കൊച്ചി ഇൻഫോ പാർക്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. മകൾ D.Pharm പഠിക്കുന്നു. ശ്രീജ ടീച്ചറിൻ്റെ അനിയത്തൻ നമ്മളെ ജയരാജ് സാറ്. അപ്പോൾ ജയരാജ് സാറിനെ സ്നേഹിക്കുന്നവരുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോയാലോ? 98 ഓഗസ്റ്റ് 23 ഞങ്ങളുടെ വിവാഹം. ഇപ്പോൾ ഏതാണ്ട് 28 വർഷമാകുന്നു. ഈ ജീവിതത്തിനിടയ്ക്ക് അനിയറ്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചു. ഞാൻ കണ്ട ഏറ്റവും വലിയ സവിശേഷത എപ്പോഴും ആക്റ്റീവാണ്. അതുപോലെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ ആത്മാർത്ഥതയുണ്ടായിരിക്കും. പിന്നെ കുട്ടികൾക്ക് നല്ലൊരു അച്ഛനാണ്. ഇനിയുള്ള ജീവിതം എല്ലാവിധമായ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ദേവദത്തൻ. ഞാൻ കണ്ട അച്ഛൻ വളരെ പോസിറ്റീവും ആക്റ്റീവുമായ ഒരാളാണ്. ആദ്യം തന്നെ അച്ഛൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് പറയുവാണെങ്കിൽ, നോ എന്ന വാക്ക് അച്ഛൻ്റെ ഡിക്ഷണറിയിൽ തന്നെ ഇല്ല. നമ്മൾ എന്തൊരു ആഗ്രഹം അല്ലെ എന്തൊരു ആവശ്യം പറഞ്ഞാൽ തന്നെ അതിന് ഫുൾ സപ്പോർട്ടോടെ യെസ് മാത്രമേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. ഇന്നേ വരെ നോ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഒരു മകനെന്ന നിലയിൽ അത് തന്നെ ഞാൻ അച്ഛനിൽ കണ്ട ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ്. മറ്റൊരു പോസിറ്റീവ് സൈഡ് ഞാൻ അച്ഛനിൽ കണ്ടത് വളരെ സിൻസിയറായിട്ട് ഒരാളാണ്. ഏതൊരു കാര്യം ആത്മാർത്ഥതയോടെ തന്നെ ചെയ്യുന്നത്.
ഇപ്പം വർക്കിലാണെങ്കിൽ തന്നെയും വീടിൻ്റെ ഒരു ആവശ്യമാണെങ്കിൽ തന്നെയും എല്ലാം ആത്മാർത്ഥമായിട്ട് തന്നെ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഉത്സവത്തിൻ്റെ കാര്യത്തിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം 2 ദിവസവും ഉറങ്ങാതെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരാൾ അച്ഛൻ മാത്രമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ അച്ഛനിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ റോൾ മോഡൽ എന്നും അച്ഛൻ തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ അച്ഛനിന് ഭാവിയിൽ ഐശ്വര്യവും അനുഗ്രഹവും എല്ലാം ദൈവത്തിൽ നിന്ന് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. താങ്ക് യു. സ്നേഹമുള്ള അച്ഛനാണ്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിത്തരും. അച്ഛൻ എപ്പോഴും ഹാപ്പിയാണ്. എനിക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഓർമ്മ വരുന്ന വരികൾ: സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. സാറേ നമസ്കാരം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മൾ 12 ഏപ്രിൽ ഉണ്ടായിരുന്ന 4 വർഷം അടിപൊളിയായിരുന്നു. കോവിഡിൻ്റെ സമയം, വാക്സിനേഷനും കോവിഡിൻ്റെ സബ് കളക്ഷനും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് ഒരു 4 വർഷം നമ്മളൊരു 1.5 ടീമായിരുന്നു. അത് ഭയങ്കര എല്ലാം അടിപൊളി മെമ്മറീസ് ആയിരുന്നു. അതെല്ലാം അത് കഴിഞ്ഞ് നമ്മൾ 2 സ്ഥലത്തേക്ക് പോയി. അത് കഴിഞ്ഞ് ഇപ്പോൾ ജയരാജ് സാർ ഇതിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ്. ഇത്രയും നാൾ ജനങ്ങളുടെയൊക്കെ ഹെൽത്ത് നോക്കി നടന്നാൾക്ക് സ്വന്തം ഹെൽത്ത് നോക്കാനുള്ളൊരു സമയമായി. അപ്പം എൻ്റെ ഫാമിലിക്ക് കൂടുതൽ സമയം കൊടുക്കാനൊക്കെ ഇഷ്ടംപോലെ സമയം കിട്ടുകയാണ്. അപ്പം അതെല്ലാം സന്തോഷത്തോടെ ആസ്വദിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ നമ്മൾ തമ്മിലുള്ള റിലേഷൻ അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കാം. എനിക്കൊരു ചേട്ടനും സുഹൃത്തും ഒക്കെ ആയിരുന്നു ജയരാജ് സാറ്. അങ്ങനെ തന്നെ ആയിരിക്കും ഇനി. അപ്പോൾ ജയരാജ് സാറിന് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഈ മെയ് മാസം പടിയിറങ്ങുന്ന ജയരാജ് സാറിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഇനി ഒരു ഹാപ്പി റിട്ടയർമെൻറ്റ് ലൈഫ്, ഒരു ഹാപ്പി ഫാമിലി ലൈഫ് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് ഇനിയും കാണാം. നമസ്കാരം. ഞാൻ കുമരകം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും സ്റ്റാഫ് സെക്രട്ടറിയുമാണ്. 2025-26 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ജയരാജ് സാർ ഈ സ്ഥാപനത്തിൽ വളരെ സുദീർഘമായ സേവനമാണ് നൽകിയിട്ടുള്ളത്. മെഡിക്കൽ ഓഫീസറോടും ജീവനക്കാരോടും പൊതുജനങ്ങളോടും വളരെ ആദരപൂർവ്വവും സഹിഷ്ണുതയും അനുകമ്പയും പുലർത്തിയിരുന്ന വ്യക്തിയാണ്. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വേളയിൽ കോട്ടയം ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസറുടെ അധിക ചുമതല വഹിക്കുകയും ജില്ലയിലെ പൊതുജനാരോഗ്യ പ്രവർത്തനത്തിന് സമഗ്രമായ സംഭാവന നൽകുകയും പുതിയ ദിശാബോധം നൽകുന്നതിന് അദ്ദേഹത്തിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. സൗമ്യ സൗഹൃദ വ്യക്തിത്വത്തിനുടമയും കൂടിയാണ് അദ്ദേഹം. സേവനത്തിൽ നിന്നും വിരമിക്കുന്ന ജയരാജ് സാറിന് സർവീസാനന്തര ജീവിതത്തിൽ സർവേശ്വരൻ്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജയരാജ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ജയരാജിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജയരാജിൻ്റെ തമാശകളാണ്. കൊച്ചു തമാശകൾ, ആരെയും വേദനിപ്പിക്കാത്ത നിർദോഷമായ തമാശകൾ. അങ്ങനെയുള്ളൊരു സുഹൃത്താണ് പ്രിയ ജയരാജ്. ഞങ്ങളുടെ ഒരു കാലഘട്ടമുണ്ട്, തൈക്കാട് കാലഘട്ടം, 94 കുസൃതികൾ നിറഞ്ഞ ആ കാലഘട്ടം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കുസൃതിക്കൊന്നും ഇന്നും ഒരു കുറവൊന്നുമില്ല. എങ്കിൽ തന്നെയും ഗൗരവമുള്ള കാര്യം പറഞ്ഞാലും ജയരാജ് അത് ലഘൂകരിക്കും. അതിന് ജയരാജൻ്റെ ഏറ്റവും വലിയ കഴിവാണ്. പിന്നെ ജീവനക്കാരെ ചേർത്ത് പിടിക്കും. അതുപോലെ തന്നെ ഫാമിലി, ജയരാജൻ്റെ വൈഫും മക്കളും ജയരാജനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ്, ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. നല്ലൊരു കുടുംബജീവിതമാണ് ജയരാജ് മുമ്പ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഔദ്യോഗിക ജീവിതം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമില്ല. അതുപോലെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ, അവിടുത്തെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ ജയരാജ് വളരെ ഇടപെടുന്നുണ്ട്. അതുപോലെ ഭയങ്കര വിശ്വാസിയാണ്. ജയരാജ് നല്ലൊരു ഗായകനാണ്. ചന്ദനമണിവാദിച്ചാരി കണ്ണിൽ തിരയിണക്കി ശൃംഗാരചന്ദ്രികെ നീരാടി നീ നിൽക്കി എന്തായിരുന്നു മനസ്സിൽ. ജയരാജൻ്റെ വിശ്രമജീവിതം പറയാൻ പറ്റത്തില്ല. ഇനിയുള്ള തുടങ്ങുന്ന വിശ്രമമില്ലാത്ത ജീവിതത്തിന് കൂടുതൽ ആശംസ നേരുന്നു. താങ്ക് യു. ബൈ. ഹലോ ജയരാജ് സാറേ, പാലക്കാട് നിന്ന് ട്രാൻസ്ഫറായി എനിക്ക് പന്തളം ടെക്നിക്കൽ PHSCയിലേക്ക് ഞാൻ ട്രാൻസ്ഫറായി വന്നു. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചപ്പം HI
നമ്മുടെ ജയരാജ് സാറാണെന്ന് അറിഞ്ഞു. എൻ്റെ വർക്ക് നിൻ്റെ വർക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് സാറിനില്ല. അപ്പോൾ മോളെ നമുക്ക് ചെയ്യാം, ആരെന്ത് പറഞ്ഞാലും എന്ത് റിപ്പോർട്ട് ആയിക്കോട്ടെ, എന്ത് സാർക്ക് ഭയങ്കര കമ്പ്യൂട്ടർ എക്സ്പേർട്ടും കൂടെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് A to Z വേണമെങ്കിൽ പറഞ്ഞു. പിന്നെ സാറൊക്കെ രജിസ്റ്ററും കുറേ ആക്ടിവിറ്റീസ് ചെയ്തതിൻ്റെ ഫയൽസും അതൊക്കെ നമുക്കൊരു മോട്ടിവേഷനാണ്. സാർ അതൊക്കെ നല്ല അടുക്കി പറക്കി നല്ല ചിട്ടയോടുകൂടെ വെക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ളൊരു ഒരു ഉത്സാഹം വരും. പിന്നെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് സർവീസ് ചെയ്തൊക്കെ കിട്ടുക, ആത്മാർത്ഥമായി നിസ്വാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടാണ്. അപ്പോൾ സാറിൻ്റെ പിന്നെ ടെൻഷൻ കഴിഞ്ഞാലും വിരമിച്ച് പോയാലും സാറിന് എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും നമ്മുടെ നൽകട്ടെ. നല്ലൊരു ജീവിതം, നല്ല തുടർച്ചയായിട്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സീലന്തൂരിൽ സിവിൽ സർജനും മെഡിക്കൽ ഓഫീസർ ഇൻചാർജുമായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് തുടക്കം മുതൽ ഞാൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോരുന്നത് വരെ എനിക്ക് കട്ട സപ്പോർട്ട് നൽകി എനിക്കൊപ്പം നിന്ന ജയിച്ചായിരുന്നു അന്ന് ജയരാജ്. അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ സമീപനം എപ്പോഴും തിരിച്ച മുഖവുമായി, ഒരിക്കൽ പോലും മുഷിഞ്ഞ മുഖമായിട്ട് ജയരാജനെ ഞാൻ കണ്ടിട്ടില്ല. എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലും എത്ര പ്രശ്നങ്ങളുള്ള സമയത്തും അദ്ദേഹം വളരെ കൂളായിട്ട് നിന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്താണോ അവിടെ പറയേണ്ടത്, അല്ലെങ്കിൽ എന്താണോ അവിടെ പ്രവർത്തിക്കേണ്ടത്, അത് കറക്റ്റായിട്ട് ജയരാജ് ചെയ്തിരിക്കും. അതായത് ജയരാജിൻ്റെ പ്രവർത്തന രീതി. ജയരാജന് യാത്ര മംഗളങ്ങൾ നേരുന്നു. ഇനിയും കാണണം. താങ്ക് യു. 31 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം തുമ്പമൺ CSCയിലെ ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീ ജയരാജ് ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുകയാണ്. 2010-12 ആ കാലയളവിൽ JJ ആയിരുന്ന സമയത്ത് മുതൽ അന്ന് ജില്ലാ സർവൈലൻസ് ഓഫീസറായിരുന്ന എന്നോടൊപ്പം ശ്രീ ജയരാജ് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ DMO ആയി ഇരിക്കുന്ന സമയത്ത് ഹെൽത്ത് സൂപ്പർവൈസറായിട്ട് അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ഇതിനു മുന്നേ പല ഘട്ടങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ആരോഗ്യവകുപ്പിന് അദ്ദേഹം നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പിനും ജില്ലാ മെഡിക്കൽ ഓഫീസിനും ശ്രീ ജയരാജ് നൽകിയിട്ടുള്ള സേവനങ്ങൾക്ക് സപ്പോർട്ടിനും അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. വിടരാനുള്ളിലെ വെൺമതി, ഒഴുകാനുള്ളിലെ തേനദി, വിടരാനുള്ളിലെ വെൺമതി. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാൻ. പ്രിയ ജയരാജ് സർ, ഇത് അങ്ങ് നടന്ന വഴികളിലൂടെ ഞങ്ങൾ നടത്തിയ ഒരു ചെറിയ യാത്ര. അങ്ങയുടെ കുടുംബത്തെ കൂടാതെ അങ്ങയെ പരിചയപ്പെട്ട ചുരുക്കം ചിലരുടെ അഭിപ്രായങ്ങളിലൂടെ ഒരു യാത്ര. എപ്പോഴും ചിരിക്കുന്ന മുഖവും ചുറ്റുമുള്ളവരിലേക്ക് സന്തോഷം പകരാനുമുള്ള അങ്ങയുടെ കഴിവും എന്നും ഞങ്ങളുടെ ഓർമ്മകളിലുണ്ടാവും. ഇനിയും മുന്നോട്ടുള്ള അങ്ങയുടെ കർമ്മപഥത്തിൽ ഈ നിറപുഞ്ചിരിയോടെ തുടരാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായും തുമ്പമൺ CSC അങ്ങയെ മിസ് ചെയ്യും, തീർച്ച. ഒരിക്കൽ കൂടി അങ്ങയ്ക്കും കുടുംബത്തിനും CSC തുമ്പമണിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു.